ബിസ്മില്ലാഹി റഹ്മാനി റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ള 114 സൂറത്തുകളിൽ 96-ാം സൂറത്തും 30-ാം ജുസുയിൽ ആകെയുള്ള 37 സൂറത്തുകളിൽ 19-ാം സൂറത്തുമായ സൂറ അൽ അലക്ക് കഴിഞ്ഞ 5 ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. ഇന്ന് ഈ സൂറത്തിൻ്റെ അവലോകന ക്ലാസ്സാണ്. സൂറത്തിൻ്റെ പേര് അൽ അലക്ക് എന്നാണ്. ഈ പദം ഈ സൂറത്തിൻ്റെ 2-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ ആകെ അലക്ക് എന്ന പദം 1 പ്രാവശ്യവും അലക്കത്ത് എന്ന പദം 5 പ്രാവശ്യവും വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം അള്ളിപ്പിടിച്ച് നിൽക്കുന്നത്, രക്തക്കട്ട, അട്ട എന്നൊക്കെയാണ്. ഭ്രൂണം എന്നും ഈ പദത്തിന് അർത്ഥം കൊടുക്കാറുണ്ട്. ഹിജ്റക്ക് മുമ്പ് അവതരിച്ച സൂറത്താണ് ഈ സൂറത്ത്. അതുകൊണ്ട് മക്കീയ ആണ്. ഈ സൂറത്തിൽ ആകെ 19 ആയത്തുകളാണുള്ളത്. 19 ആയത്തുകൾ മാത്രമുള്ള 3 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിൽ ആകെയുള്ളത്. ഈ സൂറത്തിന് പുറമെ സൂറത്തുൽ ഇൻഫിത്താർ, സൂറത്തുൽ അയല എന്നിവയാണ് അവ. ഈ സൂറത്തിനെ നമുക്ക് 2 ഭാഗങ്ങളാക്കി മനസ്സിലാക്കാം. ആദ്യ 5 ആയത്തുകളുടെ ഒരു ഭാഗവും 6 മുതൽ 19 വരെയുള്ള ആയത്തുകളുടെ മറ്റൊരു ഭാഗവും. ഇതിൽ ആദ്യ 5 ആയത്തുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ആദ്യമായി അള്ളാഹു ഇറക്കിക്കൊടുത്തത്. ഈ ആയത്തുകൾ ലഭിച്ചതോടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രവാചകത്വം കിട്ടിയത്, അതായത് പ്രവാചകനാകുന്നത്. ആദ്യ 5 ആയത്തുകൾ അവതരിച്ച ശേഷം കുറച്ചു കാലം വഹി കിട്ടിയിരുന്നില്ല. ശേഷം സൂറത്തുൽ ഖലം, മുസമ്മിൽ, മുദ്ദസ്സിർ, ഫാത്തിഹ എന്നീ സൂറത്തുകൾ അവതരിച്ചു. അതിനുശേഷമാണ് ഈ അലക്കിൻ്റെ 6 മുതൽ 19 വരെയുള്ള ആയത്തുകൾ അവതരിച്ചത്. 1 മുതൽ 5 വരെയുള്ള ആയത്തുകൾ ഒരുമിച്ചാണ് അവതരിച്ചത്. അതുപോലെ തന്നെ 6 മുതൽ 19 വരെയുള്ള ആയത്തുകളും ഒരുമിച്ചാണ് അവതരിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വെളിപാടിൻ്റെ തുടക്കമുണ്ടായത് സത്യമായ സ്വപ്ന ദർശനങ്ങളിലൂടെയാണ്. അദ്ദേഹം കാണുന്ന സ്വപ്നങ്ങളെല്ലാം പകൽ വെളിച്ചത്തിൽ കാണുന്നത് പോലെയുള്ള അനുഭവമായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യം കൂടി. അങ്ങനെ ഹിറാ ഗുഹയിൽ പോയി കുറേ ദിവസം ആരാധനയിൽ ഏർപ്പെട്ട് അവിടെ കഴിച്ചുകൂട്ടി. ഏതോ ഒരു തരത്തിലുള്ള ആരാധനയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. കാരണം അന്ന് അദ്ദേഹത്തിന് ആരാധനാകർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവ് അള്ളാഹുവിൽ നിന്ന് ലഭിച്ചിട്ടില്ലല്ലോ. ഭക്ഷണപാനീയങ്ങളുമായി അവിടെ ചെന്ന് ഏതാനും നാൾ കഴിഞ്ഞുകൂടും. പിന്നെ ഭാര്യ ഖദീജ ബീവിയുടെ അടുത്തേക്ക് തിരിച്ചു വരും. വീണ്ടും ഭക്ഷണങ്ങളുമായി പോകും. ഇടയ്ക്ക് ഖദീജ ബീവി ഭക്ഷണം ഹിറാ ഗുഹയിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. ഓർക്കണം, അന്ന് ഖദീജ ബീവിക്ക് 55 വയസ്സാണ്. അപ്പോൾ ആ പ്രായത്തിൽ പോലും ആ ഒരു മല കയറി ഭക്ഷണമൊക്കെ അങ്ങോട്ട് കൊണ്ടുകൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പെട്ടെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, വായിക്കുക. നബി തിരുമേനി പറഞ്ഞു, ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല. അപ്പോൾ ആ മലക്ക് കഠിനമായി ചേർത്ത് പിടിച്ചു. പിന്നെ ആ പിടി വിട്ടുകൊണ്ട് പറഞ്ഞു, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല. അപ്പോൾ രണ്ടാമതും കഠിനമായി കൂട്ടിപ്പിടിച്ചു. ശേഷം ആ പിടി വിട്ടുകൊണ്ട് പറഞ്ഞു, വായിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഞാൻ വായിക്കാൻ പഠിച്ചവനല്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മൂന്നാമതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് ആ പിടി വിട്ടുകൊണ്ട് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങി മാലം യഅലം എന്നുവരെയുള്ള ആ ആദ്യ 5 ആയത്തുകൾ ഓതിക്കൊടുത്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭയന്ന് വിറച്ച് അവിടെ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപത്തെത്തിയിട്ട് പറഞ്ഞു, എനിക്ക് പുതച്ചു തരൂ. അവർ അദ്ദേഹത്തിന് പുതച്ചു കൊടുത്തു. കുറച്ചൊന്ന് ആശ്വാസമായപ്പോൾ തിരുമേനി പറഞ്ഞു, ഖദീജ, എനിക്കെന്തോ സംഭവിച്ചിരിക്കുന്നു. തുടർന്ന് അവിടെ നടന്നതൊക്കെ അവരെ കേൾപ്പിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണ്. അവർ പറഞ്ഞു, ഒരിക്കലുമല്ല, അങ്ങ് സൗഭാഗ്യവാനാകും. അള്ളാഹു അങ്ങയെ നിന്ദിക്കുകയില്ല. അങ്ങ് ബന്ധുക്കളോട് നന്നായി പെരുമാറുന്നു, സത്യം പറയുന്നു. ചില റിവായത്തുകളിൽ ഉത്തരവാദിത്തങ്ങൾ യഥാർത്ഥമായി നിർവഹിക്കുന്നു എന്നും കാണാം. നിസ്സഹായവരുടെ ഭാരം ചുമക്കുന്നു, അവശരായവർക്ക് സമ്പാദിച്ചു കൊടുക്കുന്നു, അതിഥികളെ സൽക്കരിക്കുന്നു, നല്ല കാര്യങ്ങളിൽ സഹകരിക്കുന്നു. എന്നിട്ട് അവർ തിരുമേനിയെയും കൂട്ടി അവരുടെ പിതൃവ്യപുത്രനായ വറഖത്ത് ബിനു നൗഫലിൻ്റെ അടുത്തേക്ക് പോയി. അദ്ദേഹം ജാഹിലി കാലത്ത് ക്രിസ്ത്യാനിയായിരുന്നു. അറബിയിലും ഹീബ്രു ഭാഷയിലൊക്കെ നല്ല പാണ്ഡിത്യമുള്ള ആളാണ്. പുതിയ നിയമമൊക്കെ എഴുതിയിരുന്നു, ബൈബിളിൻ്റെ പുതിയ നിയമമൊക്കെ എഴുതിയിരുന്നു. പ്രായാധിക്യം കാരണം അന്ധത ബാധിച്ചിരുന്നു, കണ്ണിന് കാഴ്ചയൊക്കെ പോയിരുന്നു. റസൂൽ തിരുമേനി നടന്ന കാര്യങ്ങളൊക്കെ വറക്കയെ ധരിപ്പിച്ചു. വറക്ക പറഞ്ഞു, അള്ളാഹു മൂസ അലൈഹി വസ്സലാമയുടെ അടുത്തേക്ക് നിയോഗിച്ച അതേ ദിവ്യ സന്ദേശവാഹകൻ തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്കും വന്നിട്ടുള്ളത്. അങ്ങ് പ്രവാചകനാകുന്ന കാലത്ത് ഞാൻ കരുത്തുള്ള ഒരു യുവാവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങയുടെ ജനം അങ്ങയെ ആട്ടിപ്പായിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത്, ഈ ജനം എന്നെ ആട്ടിപ്പായിക്കുമെന്നോ? വറക്ക പറഞ്ഞു, അതെ.
അങ്ങ് കൊണ്ടുവന്ന ഈ സന്ദേശം കൊണ്ടുവന്നവരാരും ശത്രുതയ്ക്ക് വിധേയരാവാതിരുന്നിട്ടില്ല. അന്ന് ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങയെ ശക്തിയുക്തം പിന്തുണക്കും. പക്ഷേ ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് വറക്ക മരണപ്പെട്ടു. ആദ്യ 5 ആയത്തുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ, സൃഷ്ടിച്ചവനായ താങ്കളുടെ നാഥൻ്റെ നാമത്തിൽ താങ്കൾ വായിക്കുക. ഒട്ടിപ്പിടിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്നതിൽ നിന്ന് അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു. വായിക്കുക, നിൻ്റെ നാഥൻ അത്യുദാരനാകുന്നു, പേന കൊണ്ട് പഠിപ്പിച്ചവൻ. അവൻ മനുഷ്യനെ അവൻ അറിഞ്ഞിട്ടില്ലാത്തത് പഠിപ്പിച്ചു. 1-ാം ആയത്തിൻ്റെയും 3-ാം ആയത്തിൻ്റെയും തുടക്കം എങ്ങനെയാണ്? യഖ്റ് എന്നാണല്ലേ, താങ്കൾ വായിക്കുക. ആ കൽപ്പന കൊണ്ടാണ് 1-ാമത്തെയും 3-ാമത്തെയും ആയത്തുകൾ തുടങ്ങുന്നത്. എന്നാൽ ഈ 2 വായനകളും ഒരേ വായനയല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാമത്തെ ആയത്തിലുള്ള വായിക്കാനുള്ള കൽപ്പന ഈ പ്രപഞ്ചത്തെക്കുറിച്ചും അതിലുള്ള എല്ലാറ്റിനെയും കുറിച്ചും പഠിക്കാനും ചിന്തിച്ച് മനസ്സിലാക്കാനും അതിലൂടെ സൃഷ്ടാവിനെ മനസ്സിലാക്കാനുമുള്ള ഒരു കൽപ്പനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു പേപ്പറോ മറ്റോ ഒന്നും കയ്യിലില്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്ന് വായിക്കാൻ പറയണമെങ്കിൽ അത് നാവും ചുണ്ടും ഉപയോഗിച്ചുള്ള വായനാവില്ലല്ലോ. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എഴുത്തും വായനയും ഒന്നും അറിയില്ല എന്ന് അറിയുന്ന അള്ളാഹു തന്നെയാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ പറഞ്ഞയച്ചത്. അതുകൊണ്ട് ഒരു പുസ്തകത്തിൽ നിന്നോ മറ്റ് ഏടുകളിൽ നിന്നോ ഉള്ള നോക്കി വായന അല്ല അത് എന്ന് മനസ്സിലാക്കാം. എന്നാൽ 3-ാം ആയത്തിൽ പറയുന്ന വായിക്കാനുള്ള കൽപ്പന അത് ബാക്കിയുള്ള എല്ലാ വായനകളും ഉൾപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം പേന കൊണ്ട് പഠിപ്പിച്ചവനായ എന്നുകൂടി പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ എഴുതി വെക്കുകയും അത് തലമുറകളിലൂടെ കൈമാറ്റം ചെയ്യുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ പ്രത്യേകമായ കഴിവിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. ആദ്യ ആയത്തിൽ എല്ലാറ്റിനെയും സൃഷ്ടിച്ചവൻ എന്നതിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകുന്നു. 2-ാം ആയത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിലേക്ക് പ്രത്യേകമായി ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ആദ്യ ആയത്തിൽ എല്ലാ നല്ല പഠനങ്ങളും സത്യാന്വേഷണവും ഗവേഷണവും ഒക്കെ തുടങ്ങേണ്ടത് റബ്ബിൻ്റെ നാമത്തിലായിരിക്കണം എന്ന് കൽപ്പിക്കുന്നു. മനുഷ്യന് അറിവില്ലാത്തത് അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചു എന്ന കാര്യം 5-ാം ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു. ഇനി 6 മുതൽ 19 വരെയുള്ള ആയത്തുകളുടെ അവതരണ പശ്ചാത്തലം ഒന്ന് നോക്കുകയാണെങ്കിൽ, തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദുൽ ഹറമിൽ ഇസ്ലാമിക രീതിയിൽ നിസ്കരിച്ചു തുടങ്ങുകയും അബൂജഹൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അത് തടയാൻ തുനിയുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ സൂറയുടെ ആ 2-ാം ഭാഗം 6 മുതൽ 19 വരെയുള്ള ആയത്തുകൾ അവതരിച്ചതെന്ന് മനസ്സിലാക്കാം. പ്രവാചകത്വം കിട്ടിയ ശേഷം പരസ്യമായി ഇസ്ലാമിക പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു പഠിപ്പിച്ച പ്രകാരം മസ്ജിദുൽ ഹറാമിൽ നിസ്കരിച്ച് തുടങ്ങുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടുകൂടിയാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പുതിയ മതത്തിൻ്റെ ആളായിരിക്കുന്നു എന്ന് ഖുറൈശികൾക്ക് തോന്നിയത്. ആളുകൾ അത്ഭുതത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ നിസ്കാരമൊക്കെ നോക്കിക്കണ്ടത്. എന്നാൽ അബൂജഹലിന് ശത്രുതയാണ് ഉണ്ടായത്. അയാൾ മുന്നോട്ട് വന്ന് ഈ തരത്തിൽ ഹറമിൽ ആരാധന നടത്താൻ പാടില്ല എന്നും അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ അത് ഞാൻ തടയുമെന്നുമൊക്കെ ഭീഷണി സ്വരത്തിൽ വിലക്കി. അബൂജഹൽ ഖുറൈശികളോട് ചോദിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളുടെ മുമ്പിൽ വെച്ച് അവൻ്റെ മുഖം മണ്ണിൽ കുത്തുന്നുവോ? ആളുകൾ പറഞ്ഞു അതെ, അതായത് നിസ്കരിക്കുന്നുവോ എന്ന് ചോദിക്കുകയാണ്. ആളുകൾ അതേന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു, ലാത്തയും ഉസ്സയുമാണ് സത്യം. അവൻ അങ്ങനെ നിസ്കരിക്കുന്നത് ഞാനെങ്ങാനും കാണുകയാണെങ്കിൽ അവൻ്റെ പിരടിയിൽ ചവിട്ടി അവൻ്റെ മുഖം ഞാൻ മണ്ണിൽ തേച്ച് കളയും. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ പിരടിയിൽ ചവിട്ടാൻ വേണ്ടി ഒരുമ്പെട്ടുകൊണ്ട് അടുത്തേക്ക് ചെല്ലുകയുണ്ടായി. പക്ഷേ പെട്ടെന്ന് അയാൾ സ്വന്തം മുഖം എന്തിൽ നിന്നോ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് പിന്നോട്ടടിച്ച് അകന്നുപോയി. ആളുകൾ അങ്ങനെയാണത് കണ്ടത്. എന്തു പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, എനിക്കും അവനും ഇടയിൽ ഒരു തീക്കിടങ്ങും വളരെ വലിയ ഒരു സാധനവും ഉണ്ടായിരുന്നു, കുറേ തൂവലുകളൊക്കെയുള്ള വളരെ വലിയൊരു സാധനം. ഇതേപ്പറ്റി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, അയാൾ എൻ്റെ അടുത്തെത്തിയിരുന്നെങ്കിൽ മലക്കുകൾ അയാളുടെ വസ്ത്രങ്ങൾ ഉരിയുമായിരുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ നശിപ്പിക്കുമായിരുന്നു മലക്കുകൾ. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സൂറത്തിൻ്റെ 6 മുതലുള്ള ആയത്തുകൾ അവതരിച്ചത്. 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ പൊതുവായി ഇറങ്ങിയ ആയത്തുകളാണെന്നും 9 മുതൽ 19 വരെയുള്ള ആയത്തുകളാണ് അബൂജഹലിൻ്റെ വിഷയത്തിൽ ഇറങ്ങിയത് എന്നുമുള്ള അഭിപ്രായമുണ്ട്. എന്നാൽ 6 മുതൽ 19 വരെയുള്ള എല്ലാ ആയത്തുകളും അബൂജഹലിൻ്റെ വിഷയത്തിൽ തന്നെ അവതരിച്ചതാണ് എന്ന് മറ്റൊരു അഭിപ്രായവുമുണ്ട്. 6 മുതൽ 8 വരെയുള്ള ആയത്തുകൾ നോക്കുകയാണെങ്കിൽ, മനുഷ്യൻ തനിക്ക് താൻ പോന്നവനായി കാണുന്നതിനാൽ അഹങ്കാരിയായിക്കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച പരിധി ലംഘിക്കുന്നതിനെക്കുറിച്ചും എന്തൊക്കെ ചെയ്താലും അവർ അള്ളാഹുവിലേക്കാണ് മടങ്ങിയെത്തുക എന്നും ശക്തമായി ഓർമ്മപ്പെടുത്തുന്നു. 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ്, ഒരിക്കലുമല്ല, തീർച്ചയായും മനുഷ്യൻ ധിക്കാരം പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ നിസ്സംശയം തീർച്ചയായും മനുഷ്യൻ ധിക്കാരം പ്രവർത്തിക്കുന്നു. 7-ാമത്തെ ആയത്തിൽ തന്നെ സ്വയം പര്യാപ്തനായി കാണുന്നതിനാലാണ് അത്. 8-ാമത്തെ ആയത്തിൽ എന്നാൽ തിരിച്ചു പോകേണ്ടത് നിശ്ചയമായും നിൻ്റെ നാഥനിലേക്കാണ്. 9 മുതൽ 14 വരെയുള്ള ആയത്തുകൾ അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തെ തടയാൻ ചെന്നതാണ് വിഷയം.
നമ്മുടെ ദാസനെ തടയുന്നവനെ താങ്കൾ കണ്ടുവോ? അവൻ നിസ്കരിക്കുന്ന സമയത്ത് താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആ ദൈവദാസൻ, ആ അള്ളാഹുവിൻ്റെ ദാസൻ സന്മാർഗത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ ഭക്തി ഉപദേശിക്കുകയാണെങ്കിൽ താങ്കൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഈ തടയുന്നവൻ സത്യത്തെ തള്ളിപ്പറയുന്നവനും പുറംതിരിഞ്ഞു പോകുന്നവനുമാണെങ്കിൽ അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞിട്ടില്ലയോ? 15 മുതൽ 18 വരെയുള്ള ആയത്തുകളിൽ അള്ളാഹു പറയുന്നു, നിസ്സംശയം അവൻ വിരമിക്കുന്നില്ല എങ്കിൽ നാം അവൻ്റെ മൂർധാവിൽ പിടിച്ചു വലിക്കുക തന്നെ ചെയ്യും. നിഷേധിക്കുന്നതും തനി പാപിയുമായ മൂർധാവിൽ അവൻ സ്വന്തം ആളുകളെ വിളിച്ചുകൊള്ളട്ടെ, നാം ശിക്ഷയുടെ മലക്കുകളെയും വിളിക്കാം. 19-ാമത്തെ ആയത്തിൽ ഒരു വിലക്കും 2 കൽപ്പനകളും ഉൾക്കൊള്ളുന്നു. അബൂജഹലിന് വഴങ്ങരുത് എന്നതാണ് വിലക്ക്. അള്ളാഹുവിന് സുജൂദ് ചെയ്യുക, അള്ളാഹുവിൻ്റെ അടുപ്പം നേടുക എന്നതാണ് കൽപ്പനകൾ. അള്ളാഹു പറയുന്നു, വേണ്ട, അവന് വഴങ്ങിപ്പോകരുത്. താങ്കൾ സാഷ്ടാംഗം പ്രണമിക്കുകയും, അതായത് സുജൂദ് ചെയ്യുകയും നാഥൻ്റെ സാമീപ്യം നേടുകയും ചെയ്യുക. 19-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ ഒരു അടയാളം അവിടെ കാണാം. അത് സുജൂദ് ചെയ്യൽ സുന്നത്താണ് എന്നതിൻ്റെ അടയാളമാണ്. അതാണ് അതിൻ്റെ അർത്ഥം. തിലാവത്തിൻ്റെ സുജൂദ് അവിടെ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ഒരു അടയാളം കാണുമ്പോൾ, പരിശുദ്ധ ഖുർആനിൽ ഇത്തരം അടയാളങ്ങൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തിലാവത്തിൻ്റെ സുജൂദ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ പാരായണത്തിൻ്റെ സുജൂദ്, നമ്മൾ പാരായണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ സുജൂദ് ചെയ്യൽ അവിടെ സുന്നത്താണ് എന്നാണ് അതിൻ്റെ ഉദ്ദേശം. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ പാരായണം കേൾക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم كلا إن الإنسان ليطغى أن رآه استغنى إن إلى ربك الرجعى أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى ألم يعلم بأن الله يرى كلا لئن لم ينته لنسفعا بالناصية ناصية كاذبة خاطئة فليدع ناديه سندع الزبانية كلا لا تطعه واسجد واقترب. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സൂറത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.